ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങളെന്ന്. മേജർ അർക്കാന മാത്രമാണിത്. എന്നിട്ട് നമുക്ക് മറ്റേ രണ്ടും കൂടെയുള്ള ടാരോ കാർഡ്സ് കൂടെ നോക്കാവേ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് മജീഷ്യൻ്റെ എനർജിയാണ്. പിന്നീട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ എനർജിയാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് തന്നെയുമല്ല, കഴിവുകളില്ല എങ്കിൽ തന്നെയും പ്രാക്ടീസ് ചെയ്ത് ലോകപ്രശസ്തി നേടുന്ന എനർജിയാണ്. കാരണം അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അത്രമാത്രം ആവേശത്തോടു കൂടി എനിക്കിത് നേടണം, എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഒരിക്കലും ഇവിടെ തോൽവി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആവേശം, അതുപോലെ ആത്മവിശ്വാസം, ഇതൊക്കെ അവരെ രക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? ആത്മവിശ്വാസം അവരെ രക്ഷിക്കുന്നുണ്ട്. കാരണം പ്രപഞ്ചത്തിലുള്ള വിശ്വാസം, ദൈവാനുഗ്രഹം, ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇവർക്കറിയാം. കാരണം മജീഷ്യൻ്റെ എനർജി എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്, ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള എനർജിയാണ്. എല്ലാവർക്കും കഴിവുകളുണ്ട് എങ്കിൽ പോലും പലർക്കും അത് കാണാൻ പറ്റുന്നില്ല, അതിനെ ഉപയോഗിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡാൻസ് ചെയ്യാനോ പാട്ടുപാടാനോ ഒക്കെ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കണം. അതുപോലെ മറ്റ് പല എനർജീസ്, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ, അതുപോലെ മറ്റ് പല കലാപരമായ മറ്റ് ഒരുപാട് കഴിവുകൾ എല്ലാം അന്തർലീനമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് ഇവിടെ. അത് കാണുന്നില്ല, ഉള്ളിലേക്ക് നമ്മൾ തിരയുന്നില്ല, പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് ആദ്യം വേണ്ടത്. അവിടെയാണ് നമുക്ക് വേണ്ട മുത്തും ചിപ്പിയും പവിടവും എല്ലാം കിടക്കുന്നത്. അവിടെ നിന്നാണ് നമുക്കത് എടുത്തുകൊണ്ട് വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? ഈ പരിപോഷിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകൾ നമ്മളവിടെ പ്രയത്നിക്കണം. ശരിക്കും പ്രയത്നിക്കുക. ദൈവത്തിലൊരു വിശ്വാസം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. മറ്റുള്ളവരെ അതിശയിപ്പിച്ചുകൊണ്ട്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൻ്റെ ഇതുവരെയും ഏടുകൾ മങ്ങിയ ജീവിതം, അതായത് ഒരുപാട് വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഈ ഒരു ജീവിതത്തെ തേച്ച് മിനുക്കിയെടുത്ത് പുത്തൻ പാത്രം തിളങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ തിളക്കമാർന്ന ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മജീഷ്യൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തെ തരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ പുറത്തെടുത്ത് കൊണ്ടുവരുന്ന എനർജിയാണ്. അതിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഇതിവിടെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ്. ഇവിടെ മേജർ അർക്കാനയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ മേജർ എന്ന് പറയുന്നത്. മേജർ അർക്കാന എന്ന് പറയുന്നത് മൈനർ അർക്കാന എന്ന് പറയുന്ന കാർഡ്സും കൂടെ ചേർന്നതാണ് ടാരോട്ട് കാർഡ്സ്. അപ്പോൾ മേജർ അർക്കാന എന്താണ്? ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇത് മജീഷ്യൻ്റെ എനർജി ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്, അല്ലേ? ഈ ഒരു കഴിവിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിലൂടെ വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കവിഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ സ്ട്രോങ് ആവണം. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തോൽവി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രോങ് ആവണം. മനസ്സിലായോ? അപ്പോൾ അത്
അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഇതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജീവിതം ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളൂ. ഇപ്പോൾ തന്നെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മാറ്റം കൊണ്ടുവരണം. നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. മറ്റൊരാൾക്ക് നിങ്ങളിൽ ഒന്നും കൊണ്ടുതരാൻ സാധിക്കില്ല. മറ്റൊരാൾക്ക് നിങ്ങളെ മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ശ്രമിക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതെ, മജീഷ്യൻ്റെ എനർജിയിലേക്ക് പോകുമ്പോൾ, ക്രിയേറ്റീവ് എനർജിയിലേക്ക് പോകുമ്പോൾ, അതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രയത്നത്തിലേക്ക് പോകുമ്പോൾ, ദൈവികമായ എനർജിയെ കൂടെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കാൻ പോകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കണം. അനാവശ്യകരമായ കാര്യങ്ങളിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർത്തും ഒഴിവാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉയർച്ച വരികയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ മറ്റ് പല കാര്യങ്ങളെ നെഗറ്റീവായ എനർജിയെ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു പ്രോഗ്രസ് ജീവിതത്തിൽ വരികയില്ല. അതുകൊണ്ട് അനാവശ്യകരമായ ബന്ധങ്ങളെ, അനാവശ്യകരമായ കാര്യങ്ങളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് തീർത്തും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉയർച്ച കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. അബണ്ടൻസിലേക്ക് പോകാനുള്ള എനർജിയാണിത്. ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ആനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആനയുടെ ശക്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന. ആനയുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള കഴിവാണിത്. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റരുത്, സാധിക്കരുത്, അതിന് കഴിയരുത്. നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കണം. അതാണ് വേണ്ടത്. നിങ്ങളുടെ വിജയം കണ്ടിട്ട് മറ്റുള്ളവർ അസൂയപ്പെടണം. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങണം. മെൻ്റൽ പവർ കൊണ്ടുവരണം, മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ടുവരണം, മെൻ്റൽ സ്ട്രെങ്ത് ആക്കിയെടുക്കണം. അതിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. കോൺഫിഡൻ്റ് ആവുക. മനസ്സിലായോ? കുറച്ച് ആവേശം വേണം. ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള, എനിക്ക് മുന്നേറണം, എനിക്ക് പല വ്യക്തികളെയും തോൽപ്പിക്കാനുണ്ട്, പലരെയും എനിക്ക് ജയിച്ച് കാണിക്കാനുണ്ട് എന്നുള്ള പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് വരികയാണ് ഇവിടെ വേണ്ടത്. ആനയുടെ ശക്തി പ്രാപിച്ചു കൊണ്ടുവരണം, ആനയുടെ ശക്തി എടുത്തുകൊണ്ട് വരികയാണ് ഇവിടെ വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പവർഫുള്ളായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വിജേതാവായി എന്ന് നിലനിൽക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പവർഫുൾ ആവാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം പവർഫുൾ ആകുന്നു. കാരണം ഇവിടെ വളരെ ഇന്ന് 4/4 പോർട്ടലല്ലേ. അപ്പോൾ ഇവിടെ ഒരു രാഹുവിൻ്റെ എനർജിയാണ് ഇത്. അതായത് നിങ്ങൾക്ക് സ്ഥിരത, നിങ്ങളുടെ ജീവിതത്തിലൊരു സ്ഥിരത ലഭിക്കുന്ന എനർജിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശ്രമിക്കൂ ഇതിനായിട്ട്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ നിലനിൽക്കുന്നത്. മനസ്സിലായി? ഇവിടെ മജീഷ്യൻ്റെ എനർജി കണ്ടില്ലേ? ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ എനർജിയാണ്. അപ്പോൾ അടുത്തതായിട്ട് സ്ട്രെങ്ത് കൈവരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സ്ട്രെങ്ത് കൈവരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാവേ. എന്ത് നേടാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായും തകർന്നടിഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വരുന്നുണ്ട്. ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പലപ്പോഴും പല വിധത്തിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം, ഞാനൊരു തകർന്നടിഞ്ഞ ജീവിതമാണ് എൻ്റേത്, അല്ലെങ്കിൽ ഞാൻ തകർന്നടിഞ്ഞ ഒരു വ്യക്തിയാണ്, ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം വിധി എഴുതി വെച്ചിട്ടുണ്ടാവണം. ഇവിടെ കൺമുൻപിൽ കണ്ട ജീവിതം അത് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു. കൺമുൻപിൽ വെച്ച് തന്നെ തകർന്നടിഞ്ഞു ജീവിതം. ഇനി എനിക്ക് ഇത് പറ്റില്ല, ഇനി എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല, ഞാൻ ആകെ തളർന്നു പോയിരിക്കുന്നു, എനിക്കിനി ഒരു രക്ഷയില്ല എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട് എങ്കിൽ അതിനെ അപ്പാടെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഉള്ളിലുള്ള പേടിയെ ഉപേക്ഷിക്കുക. ആദ്യം ധൈര്യം സംഭരിക്കൂ, പവർഫുൾ ആകാൻ ശ്രമിക്കൂ, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കൂ. ഇവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. കാരണം ഇവിടെ ഒരുപാട് തകർന്നടിഞ്ഞ ഈ ഒരു കാര്യത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്നും, റിലേഷൻഷിപ്പിലായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ജപ്തി നോട്ടീസ് ഉണ്ടാവാം, ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം, അതുപോലെ കോടതി കേസുകൾ മറ്റ് പല കാര്യങ്ങളിലുണ്ടാവാം, വാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പല കാര്യങ്ങൾ മറ്റുള്ളവരുടെ ചീറ്റിങ്ങിന് വിധേയമായിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയ ഒരു ജീവിതമാണോ നിങ്ങളുടേത്? ഇത് നിങ്ങളുടെ കർമ്മ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു, ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പരിവർത്തനത്തിന് നിങ്ങളിവിടെ വിധേയമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പവർഫുള്ളായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. വളരെ പവർഫുള്ളായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ശക്തിയാണ് സംഭരിച്ച് വരാൻ പോകുന്നത്. ആക്ഷനെടുത്ത് മുന്നോട്ട് പല കാര്യങ്ങളിലേക്കും വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ചിന്തിച്ച് ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം കണ്ടില്ലേ, മജീഷ്യൻ ജീവിതത്തിൻ്റെ തുടക്കത്തെ കൊണ്ടുതരികയാണ്. ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്. 8 നമ്പർ, ശനീശ്വരൻ്റെ നമ്പറാണ്. ഇന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന്, കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം എനർജി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. കർമ്മയൊക്കെ നിങ്ങൾക്ക് റിലീസ് ആവുന്ന എനർജി ആവാം. നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവണം, എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു നല്ല സമയമില്ല, ഞാനൊരു ഭാഗ്യം കെട്ട വ്യക്തിയാണ്, എനിക്ക് ഭാഗ്യമെന്ന് പറയുന്നതേ ഇല്ല. കാരണം എന്നിലേക്ക് സാമ്പത്തികം പടിവാതിക്കലെത്തി കിട്ടുന്നില്ല, മനസ്സിലായി, പല സ്നേഹം കിട്ടുന്നില്ല, ആരുടെയും അർഹിക്കുന്ന കാര്യങ്ങളൊന്നും അടുത്തു വരുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടേതായ സമയം നല്ലതായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും 10 നമ്പർ വന്നിരിക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ എന്താണ്? 1ൻ്റെ തുടക്കം അല്ലേ? 1 ഇവിടെ തുടക്കമാണ്. ഇവിടെയും കണ്ടില്ലേ, മജിഷ്യൻ്റെ എനർജി 1 ഇവിടെയും അത് തന്നെ 1. അപ്പോൾ 11 നമ്പർ വന്നിരിക്കുന്നത്. ഏഞ്ചൽസിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായും നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണിത്. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജാണ്. ഏഞ്ചൽസിന് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, എളുപ്പം കണക്റ്റ് ആവാൻ സാധിക്കുന്നു. കാരണം ഹെയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ എത്രയും പെട്ടെന്ന് സാധിക്കുന്നത് ഏഞ്ചൽസിനാണ്. കാരണം പ്യുവറാണ് സോൾ, പ്യൂരിറ്റി കൂടിയ സോളാണ് ഏഞ്ചൽസിൻ്റേത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നു. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് തരാനും സാധിക്കുന്നു. ഇവിടെ ഏഞ്ചൽസിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജ് കൂടിയാണ് നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഭാഗ്യസമയം വരുന്നു. നിങ്ങളുടെ ഭാഗ്യസമയത്തിൽ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് കണ്ടില്ലേ, നിങ്ങളുടെ ഭാഗ്യം വരുന്നു എന്ന് പറഞ്ഞത്. 2 ഓഫ് കപ്സ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വരുന്നുണ്ട്. ഈ ഒരു പാർട്ട്ണറെ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം നൽകുന്നതാവാം. ഇത് ജീവിതത്തിലും ഇത് തന്നെയാവാം. സപ്പോർട്ട്, കെയർ, ഇതൊക്കെയാണല്ലോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ. ഒരാളിനെ സപ്പോർട്ട് ചെയ്യുക, കെയർ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ഇത് 3 കഴിഞ്ഞേ ഉള്ളൂ ബാക്കി മറ്റ് പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ളത്. അതുമല്ല എങ്കിൽ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് തുണയായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ വ്യക്തിയാവാം ഇവിടെ തിരികെ വരുന്നത്. അതുമല്ല എങ്കിൽ വീണ്ടും ആദ്യം തന്നെ കൂടിച്ചേരുന്നതാവാം. ചിലപ്പോൾ ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി ആവാം. വിവാഹം നോക്കിയിരുന്നിട്ട് നടക്കാത്തവർക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയും ആവാം. ഇവിടെ നേവ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കപ്പ് എനർജി കണ്ടില്ലേ, ഇവിടെ സ്നേഹം ആരോ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആരുടെയോ സ്നേഹം വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം, അവസരങ്ങൾ വരുന്നുണ്ടാവാം. ഈ അവസരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്.
ബുദ്ധിയുള്ള വ്യക്തികളാണെങ്കിൽ ഏത് അവസരം വന്നു കഴിഞ്ഞാലും അതിനെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് നല്ലത്. അതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വലിയ വലിയ അവസരങ്ങളിലേക്ക് പോകാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഒന്നും നിസാരമല്ല, ഒരറിവും നിസാരമല്ല, ഒരു അവസരവും നിസാരമല്ല. മനസ്സിലായി? നിങ്ങൾക്ക് എല്ലാത്തിനെയും ഇവിടെ കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്ട്രെങ്ത് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. കണ്ടില്ല? ഇവിടെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൈപ്പിടിയിൽ ഒതുങ്ങാൻ പറ്റാത്ത കാര്യങ്ങളെ കയ്യിൽ ഒതുക്കാൻ പറ്റത്തില്ല. ഓവർകം ചെയ്ത് മറ്റു പല കാര്യങ്ങളെയും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പല പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കും തീർച്ചയായിട്ടും. മനസ്സിലായി? അതെനിക്ക് ലഭിക്കില്ല, അതെനിക്ക് കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിധി എഴുതി മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങളുടെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണോ അതിനെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്ത് നിങ്ങൾക്ക് വേണോ, നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്കതേ വേണ്ടൂ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ വേണമെന്ന് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് തന്നെ ആ ഒരു ഗിഫ്റ്റ് ലഭിച്ചിരിക്കും. ശ്രദ്ധയോടുകൂടി നിങ്ങൾ വീക്ഷിക്കണം, ശ്രദ്ധയോടുകൂടി നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കണം. അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുക, അതിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് തന്നെ ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് കോയിൻസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടെ ചേർന്ന് ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലേക്ക് പോകുന്നുണ്ടാവാം. 2-3 പേർ കൂടെ ചേർന്ന് പുതിയ ചില തുടക്കങ്ങൾ ഇന്നത്തെ ദിവസം നടത്തുന്നുണ്ടാവാം. അല്ല എങ്കിൽ നേരത്തെ തുടങ്ങി വെച്ചിരുന്നതിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുന്ന എനർജിയാവും. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് മെച്ചപ്പെടുന്ന അവസ്ഥയാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട്. നമുക്കൊന്ന് ഇന്നത്തെ ദിവസം അല്ലേ 4 പോർട്ടലല്ലേ ഇന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫോർച്യൂൺ പറയുന്നത്, ഫോർച്യൂൺ കാർഡ്സ് എന്താണ് നിങ്ങൾക്കിന്ന് കൊണ്ടുവരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും നിങ്ങൾക്കിന്ന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എനിക്ക് അത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലൊരു ആകാംക്ഷ ഇന്ന് പല കാര്യങ്ങളിലും ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമത് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഷാർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ മെറ്റീരിയൽ വെൽത്ത് എന്തെങ്കിലും ഒന്ന് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. മനസ്സിലായി? എന്തെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ടാവാം. അതിൽ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ, ഒരു പ്രായമായ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാവുന്നതായിരിക്കാം. അതുപോലെ കീയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സക്സസ് ആണ്. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ഇന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഗുഡ് ലക്ക്, നിങ്ങളുടെ നല്ല ഭാഗ്യ ദിവസമാണ് ഇന്നത്തെ ദിവസം. മനസ്സിലായത്? നല്ല ഭാഗ്യമാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റേതായ സമയമാണ് എന്ന്. ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. നിങ്ങൾ വിചാരിക്കണം ലവിങ് ഫാമിലിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? ലവിങ് ഫാമിലിയാണ്, സ്നേഹമുള്ള ഫാമിലി. അപ്പോൾ ഫാമിലിയെ വിട്ട് ഒന്നിനും നിങ്ങൾ പോകാൻ പാടില്ല. അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം, ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് എൻ്റെ ഫാമിലിയാണ് എന്നുള്ള ആ സ്നേഹത്തോട് കൂടി, ആ കരുതലോടും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സന്തോഷവും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു എനർജിയിലിരിക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.